വഴി പോയാൽ ഇവിടെ ചെല്ലാം, ഈ വഴി പോയാൽ വീട്ടിൽ ചെല്ലാം. എപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. അത്തം പൂത്തിറങ്ങി തരാഞ്ഞഴിപ്പൂ വിരിഞ്ഞേ. ഹായ് പ്രിയപ്പെട്ടവരെ, സിസ്പ്രോസ് മീഡിയാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതയുള്ളൊരു വീഡിയോ തന്നെയാണ്. പിന്നെ സ്കൂളും വായനശാലയായിട്ട് സംയുക്തമായിട്ടൊരു പരിപാടി നടത്തുന്നുണ്ട്. എല്ലാ സ്കൂളും മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പരിപാടി. മുഴുവനായിട്ട് വീഡിയോ കണ്ടാലേ കൃത്യമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല, മധുവില്ല, പൂജയ്ക്കെടുക്കില്ല താനെ നീ. താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കുറ്റാട്ടൂർ പഞ്ചായത്ത് ലൈബ്രറി നേതൃസമിതി കൺവീനറായ വി മനോഹരൻ മാസ്റ്ററാണ്. മാഷെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതായിട്ട് കൂടുതലായിട്ട് വിവരിക്കേണ്ടതായിട്ടില്ല. പരിപാടിയിലേക്ക് മോഹൻ മാഷെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പദ്ധതി വിശദീകരണ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന നമ്മുടെ ഹെഡ് മാഷ് കൂടിയായ വിനോദ മാഷാണ്. വിനോദ മാഷ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അതുപോലെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന നമ്മുടെ ഹരീഷ് കുമാർ, അതായത് ഹരിമാഷാണ്. ഹരിമാഷ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അതുപോലെ ഇവിടെ പങ്കെടുത്ത എല്ലാ രക്ഷിതാക്കളെയും കുട്ടികളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം സ്വീകരിക്കാൻ വേണ്ടി മിനിയേച്ചർ ക്ഷണിക്കുന്നു. പുതിയതായിട്ട് നമ്മൾ ഈ കൊല്ലം ആദ്യമായിട്ടാണ് ഈ പ്രത്യേക പരിപാടി, അവധിക്കാല പരിപാടി എന്നുള്ള പേരിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ EMS തിടുക്കം നീ തരിച്ചല്ലേ പേടിയാകില്ലേ ഞാനും വന്നോട്ടെ ഞാനും വന്നോട്ടെ. അക്ഷരത്തിന്റെ രുചിയും അതിന്റെ ശക്തിയും അറിഞ്ഞുകൊണ്ട് അക്ഷരം പരിവർത്തനത്തിന്റെ രഥചക്രങ്ങളാണ് എന്ന ഒരു ചൊല്ലുണ്ട്. നമ്മുടെ നാടിന്റെ മാറ്റത്തിന് അനുകൂലമായി വരണമെങ്കിൽ നാം എല്ലാം അക്ഷരം ഉള്ളവരാകണം. അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ക്ഷരം ഇല്ലാത്തത്, നാശം ഇല്ലാത്തത് എന്നാണ്. നാശമില്ലാത്തതാണ് അക്ഷരം. വായിച്ചു തന്നെ നമുക്ക് വളരാം, വായിച്ചു തന്നെ വളരണം. ആ ഒരു ആശയം നമ്മുടെ കുട്ടികളിലേക്ക് ഉണ്ടാക്കുക എന്നതുകൂടി ഈ കളിവീട് എന്ന മനോഹരമായ സർഗാത്മകമായ ചിന്താ പദ്ധതിയുടെ ലക്ഷ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ വഴി പോയാൽ ഇവിടെ ചെല്ലാം, ഈ വഴി പോയാൽ വീട്ടിൽ ചെല്ലാം, ഈ വഴി പോയാൽ ഇവിടെ ചെല്ലാം, ഈ വഴി പോയാൽ സ്കൂളിൽ ചെല്ലാം, ഈ വഴി പോയാൽ ഇവിടെ ചെല്ലാം, ഈ വഴി വായനശാലയിലെത്തും. വീടും സ്കൂളും വായനശാലയും എന്നും എനിക്കും ഏറെ ഇഷ്ടം. ബെന്യാമിൻ എന്ന കഥാകൃത്തിലെ ആടുജീവിതം എന്ന പുസ്തകമാണ് ഞാൻ വായിച്ചത്. ഇപ്പം നിലനിൽപ്പിന്റെയും ഈ നാട് നന്നാക്കാനുള്ള ഒരു ഉത്തരവാദിത്തത്തിന്റെയും ഭാഗമാണ് വായനശാലകളും സ്കൂളുകളും ഒക്കെ നിലനിൽക്കുന്നത്. പൊതു ഇടങ്ങളാണ് ഇവയെല്ലാം.
അപ്പൊ പൊതു ഇടങ്ങളാണ് നമ്മളിപ്പോ വളരെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് പൊതു ഇടങ്ങൾ. എന്താണ് പൊതു ഇടങ്ങൾ? പൊതു ഇടങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല, ഏതെങ്കിലും സാമ്പത്തിക ശേഷിയുള്ളവരുടേതല്ല. എല്ലാ വിഭാഗം ജനങ്ങളും സാമ്പത്തികമായി എന്തോ ആയിക്കൊള്ളട്ടെ, മതപരമായി ഏത് വിഭാഗത്തിൽപ്പെട്ടതായിക്കോട്ടെ, രാഷ്ട്രീയപരമായി ഏത് വിഭാഗത്തിൽ ചിന്തിച്ചോട്ടെ, ഏത് പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്നവരായിക്കൊള്ളട്ടെ, എല്ലാവർക്കും ഒത്തുകൂടാനും വരാനുമുള്ള ഇടങ്ങളാണ് പൊതു ഇടങ്ങൾ. വായനശാല ഒരു പൊതു ഇടമാണ്, പൊതുവിദ്യാലയങ്ങളും പൊതു ഇടമാണ്. പരമാവധി കുട്ടിക്കൂട്ടങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രത്യേക ലക്ഷ്യം. അതായത് നമ്മുടെ അടുത്തുള്ള കുട്ടികളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ചേർത്ത് അടുത്തടുത്ത് ഇരുത്തുക, എന്നിട്ട് അവർ ഒരുമിച്ചൊരു പതിപ്പ് തയ്യാറാക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ചാണ് പറഞ്ഞിരുന്നത്. പതിപ്പുകൾ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കഥ നല്ല ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ധാരാളം കഥകൾ ചേർത്തൊരു പതിപ്പ്, ഇനി കവിതകളാണെങ്കിൽ കവിതകൾ ചേർത്തൊരു പതിപ്പ്. ഇനി ഇത് രണ്ടും താല്പര്യമില്ലാത്ത ചില മക്കളുണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ചിത്രം വരക്കുന്ന നല്ല കുട്ടികളുണ്ടാവും. അപ്പൊ ചിത്രങ്ങൾ ചേർത്തൊരു പതിപ്പ് ഇവയൊക്കെ ഉണ്ടാക്കാം. ഇനി ഇതൊക്കെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു കുട്ടിക്ക് പ്രത്യേകമായിട്ട് ചെയ്യാം, ഗ്രൂപ്പായിട്ട് ചെയ്തില്ലെങ്കിൽ. The mob, the crowd, the mass. Do you know that all the great work of the world is done through me? I am the working man. I walk the city, eat to see, crocodile, dog fortune. ഈ വായനശാലയുടെ നേതൃത്വം കൊടുത്ത സംഘാടകരെ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. കൂടാതെ നമ്മുടെ ഈ പരിപാടിക്ക് ഉദ്ഘാടനം നിർവഹിച്ച വി മനോഹരൻ മാസ്റ്റർ, നമ്മുടെ നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും, പിന്നെ ഈ വായനശാലയുടെ നേതൃത്വം കൊടുക്കുന്ന ഷിജു ബത്താമായാലും, നമ്മുടെ വാർഡ് മെമ്പർ മിനി എന്നിവർക്കെല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അറിവ് നേടുക എന്നത് അതിൽ ഏറ്റവും പ്രധാനം വായനയാണ്. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. അത് കണ്ടു വേണം നമ്മൾ വളരാൻ. എന്നാൽ ഇപ്പോഴത്തെ തലമുറ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും എഴുതിയത് ടി പത്മനാഭൻ ആണ്. 1913 കണ്ണൂരിൽ ജനിച്ചു. ഓർമ്മകൾ കഥകൾ പോലെ നന്മയെ വിസ്മരിപ്പിക്കുന്നു. ഈ പുസ്തകത്തിൽ 19 കഥകളാണ് ഉള്ളത്. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് കുട്ടനൂർ. ചേനച്ചെത്തും ചെമ്പയറും വാഴച്ചുണ്ടും മൺപയറും ചക്കക്കുരുവും മാങ്ങയും കൂടി ചേർന്ന കറിയെല്ലാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. Soldiers standing in a row, 3 stop there and 2 stop. Along in the captain, what do you think? Oh, stop there. Escape halawil കണ്ണനി കാട്ടിലെ വന്നില്ല കൊച്ചു കാടലിനോളങ്ങൾ ചൊല്ലുന്നു. കഴിച്ചു വരഞ്ഞപ്പുറമതിക്കെ പുഴ തുടങ്ങുന്നു. അത്തം പൂത്തിറങ്ങി താരാഞ്ഞഴിപ്പൂ വിരിഞ്ഞേ, ചിത്തിര കതിരു കണ്ടേ താരാ സമ്മാനം പൂക്കും പോലെ.
Story, The Breakfast, written by Kanak Raghavan Malakakuru. In this story, 32 Jekka stories are there. The Proud Force. The Jekka tales are treasure trove of knowledge and wisdom. That is why these stories have enjoyed wide popularity over the past centuries and present. തീർച്ചയായിട്ടും ഈ ഒരു നല്ലൊരു പ്രവർത്തന പദ്ധതി, ഒരു നല്ലൊരു ചിന്താ പദ്ധതി ഉദ്ഘാടനം ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പറഞ്ഞ കഥകൾ പപ്പഞ്ചെറുതാനം എഴുതിയ ബാലസാഹിത്യം ആണ് ഇത്. ഇതിൽ 14 കഥകളുണ്ട്. എല്ലാ കഥകളും നല്ല ഗുണപാഠങ്ങൾ പറഞ്ഞു തരുന്നു. മുത്തശ്ശി കൗതുകമായും രസകരമായും ആവിഷ്കരിക്കും. അമ്മിഞ്ഞപ്പാലിലൊന്നു നീരാടിക്കോട്ടെ, അമ്മക്കുയിലേ ഒന്നു പാടൂ. അമ്മിഞ്ഞപ്പാലിലൊന്നു നീരാടിക്കോട്ടെ, ഉറക്കമില്ലമ്മേ ഉറങ്ങാൻ, നിന്റെ താരാട്ടു കേട്ടൊന്നു മയങ്ങാൻ. ഉറക്കമില്ലമ്മേ ഉറങ്ങാൻ, നിന്റെ താരാട്ടു കേട്ടൊന്നു മയങ്ങാൻ. രാത്രി പകലായി മാറ്റും ഞാൻ ഈ രാജമല്ലി മരച്ചോട്ടിൽ, രാക്കുയിലായി പാടിയ പാട്ടിൽ രാജകുമാരനല്ലോ ഞാൻ. രാജനെന്നമ്മേ സൗഭാഗ്യനാളെന്നമ്മേ, അമ്മക്കുയിലേ ഒന്നു പാടൂ. അമ്മിഞ്ഞപ്പാലിലൊന്നു നീരാടിക്കോട്ടെ. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, മഞ്ഞക്കുറി മുണ്ടും ചുറ്റി. മഞ്ഞപ്രസാദവും നെറ്റിയിൽ ചാർത്തി, മഞ്ഞക്കുറി മുണ്ടും ചുറ്റി. ഇന്നെന്റെ മുറ്റത്തെ പൊന്നോണപ്പൂവേ നീ. സ്കൂളിൻ്റെ പരിധിയിലുള്ള 6 വായനശാലകളിലാണ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്കൂളും കുട്ടികളും നാട്ടുകാരും രക്ഷിതാക്കളും എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയും മറ്റൊരുപാട് നല്ല നല്ല പദ്ധതികൾ നടത്തിയിട്ടുള്ള ഒരു സ്കൂളാണ് കുറ്റാട്ട് സെൻട്രൽ LP സ്കൂള്. ഞാൻ മുന്നേ നാടകത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളും അധ്യാപകരും നാട്ടുകാരും പിന്നെ രക്ഷിതാക്കളും ചേർന്ന് പങ്കെടുത്തൊരു നാടകം. ഇതുപോലെ ഒരുപാട് പദ്ധതികൾ ഈ സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. അന്ന് പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും പിന്നെ പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപാട് പദ്ധതികളായി മുന്നോട്ട് പോകാൻ സ്കൂളിന് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.